കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലകപ്പെട്ട അർജുനുമായുള്ള തെരച്ചിൽ ഇന്ന് തുടങ്ങുമെന്നറിയുമ്പോൾ അർജുൻ്റെ കുടുംബത്തിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്കറിയാം. അർജുൻ്റെ സഹോദരി അഞ്ജു 24-നൊപ്പം ഈ മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുകയാണ്. ആ, അഞ്ജു, ഇന്നെന്തായാലും ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകും. നമസ്കാരം. ആ, ആ, എനിക്കറിയാം നിങ്ങൾ കുടുംബമല്ലാത്ത ദുഃഖത്തിലാണ്. കാര്യം എന്താണ് അർജുന് സംഭവിച്ചതെന്ന് അറിയാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ ഈശ്വർ മാൽപ്പയുടെ മുങ്ങലിൽ അദ്ദേഹത്തിന് ചില ഉപകരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ലോറിയുടെ ജാക്കി പോലുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അത് എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള കാര്യം. അതേസമയം ഈ ആളുകൾ ഭാവനയുടെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പറയൂ. അതെ സർ, നമ്മൾ ഒരു മാസമായിട്ട്, അത് 30 ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഭയങ്കര ഒരു വിഷമം എന്നല്ല, ആ ഒരു അവസ്ഥയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതിനൊരു വിരാമം വേണം. നമ്മൾ എല്ലാത്തിനും ഒരു മന്ദിപ്പാണ് സംഭവിക്കുന്നത്. ഒന്നും പല ആളുകളും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിനൊരു യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിനെ പഠിപ്പിക്കണം. ഇതാണ് സംഭവിച്ചതെന്നുള്ളത്. അതിനൊരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നത്. അപ്പം ഇന്ന് നോക്കാം. മാൽപ്പ അടക്കമുള്ള സംഘം ഇന്ന് രാവിലെ 8-8:30 കൂടിയിട്ട് തെരച്ചിൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞ രീതിയിലൊന്നും അല്ല അവിടെ കാര്യങ്ങൾ പോകുന്നത്. കാത്തിരിക്കുക സാർ. അഞ്ജു, ശരിക്കും നമ്മുടെ വാർത്താ സംഘം ഇപ്പോൾ ഷെഡ്യൂളിലുണ്ട്. അവർ പറയുന്നത് 8 മണിക്ക് തന്നെ അന്വേഷണം തുടങ്ങും എന്നാണ് അറിയുന്നത്. ചില പ്രേക്ഷകർ പറയുന്ന പോലെ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അപ്പം എന്താണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അവിടുത്തെ കർണാടക മറ്റേ കാർവാർ MLA-യും അതുപോലെ ഈശ്വർ മാൽപ്പയും വലിയ താല്പര്യം വ്യക്തിപരമായിട്ട് തന്നെ അവരെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അഞ്ജുവിൻ്റെ ഒരു വിവരം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? അതെ, ഇന്നലെ നമ്മളെ കളക്ടർ വിളിച്ചപ്പം മാഡം പറഞ്ഞിരുന്നത് ഇന്ന് തുടങ്ങും എന്നുള്ള രീതിയിലാണ്. അതായത് ഇന്നലെ രാവിലെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഉച്ചയോടെ പ്രത്യേകിച്ച് അവിടെ അപ്ഡേഷനൊന്നും നടക്കാത്തതുകൊണ്ട് നമ്മൾ തന്നെ മാഡത്തിനെ വിളിച്ചു. മാഡം പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ ഇന്ന് തുടക്കം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. പിന്നെയാണ് നമ്മൾ വിഷ്വൽസിലൊക്കെ കണ്ട പോലെ കാർവാർത്തെ MLA സാറിൻ്റെ നേതൃത്വത്തിൽ മാൽപ്പ ഇറങ്ങുന്നതും ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷ വന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് വിഷമമുണ്ടായിരുന്നു ആ ഒരു, കാരണം ആ കാലാവസ്ഥയൊന്നും നമുക്ക് എന്നും ഇത്രത്തോളം അനുയോജ്യമായിട്ട് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നും ഇന്നലെ രാത്രിയൊക്കെ ചെറിയൊരു മഴ, ഒരു ചാറൽ പോലെ പെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കാലാവസ്ഥ തന്നെ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ആ ഒരു കൂടുതൽ ഇത്രയും കാത്തിരുന്നതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ സാർ. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ അരുൺ പൂപ്പറമ്പ നമ്മുടെ ലേഖകൻ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട് അരുണിനോട് പറഞ്ഞാൽ മതി. ഈശ്വർ മാൽപ്പയോട് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തെങ്കിലും അഞ്ജുവിന് പറയാനുണ്ടോ? നമ്മുടെ അമ്മ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈശ്വർ മാൽപ്പ സാറിന്. നമ്മുടെ കൂടെ നിൽക്കുന്നതിനും അവനെ കണ്ടുപിടിച്ച് തരുന്നുള്ള അത്രയും സാറും ആ ഒരു ഉറപ്പ് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അഞ്ജു, ഒരു സെക്കൻഡ്. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ലൈവായിട്ട് ചേരുന്നുണ്ട്. ഈശ്വർ മാൽപ്പെ, നമസ്കാരം. അപ്പോൾ നമ്മുടെ അർജുൻ്റെ സഹോദരി എന്നോട് സംസാരിക്കായിരുന്നു. അർജുൻ്റെ സഹോദരി ഇപ്പോഴും നമ്മുടെ ലൈവിലുണ്ട്. അപ്പം അവർ വളരെ പ്രതീക്ഷയിലാണ്. താങ്കൾ ഒരുപാട് താല്പര്യം എടുക്കുന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട് താങ്കളോട്. യഥാർത്ഥത്തിൽ ரொம்ப നന്ദി എന്ന് നമുക്ക് തമിഴിൽ പറയാം, താങ്കൾ കന്നഡയാണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ കന്നഡ അത്ര വശമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തമിഴ് ഉപയോഗിക്കുന്നത്. താങ്കൾക്ക് കൊഞ്ചം മലയാളം തിരിയുമെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. താങ്കളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അഞ്ജുവിനോട് എന്താ ഈശ്വർ മാൽപ്പ ഇന്ന് പറയുന്നത്? ഇപ്പം ലൈനിലുണ്ട് അവർ. ഇന്നലെ ഞങ്ങൾ ഒരു 3 മണിക്ക് കീഴെ ഇറങ്ങി വെള്ളത്തിൽ തേടുന്ന സമയത്തിൽ ഒരു 10 മിനിറ്റിൽ നമുക്ക് അവിടെയുള്ള ഒരു ഗ്രാമദേവർക്ക് കൈ കുമ്പിട്ട് കീഴെ ഇറങ്ങിയ സമയത്തിൽ നമുക്ക് നേരത്തെ പോയ സമയത്തിൽ നമുക്ക് ഒരു ലോറിന്റെ ഒരു കഷ്ണം കിട്ടി. ഫസ്റ്റ് ഒരു സൈഡ് പീസ്, അത് വേറെ കാടിനെ ചൊല്ലി. പിന്നെ തേടും ഒരു 35 അടിയിലെ നമുക്കൊരു ജാക്ക് കിട്ടിയ സമയത്തിൽ നമുക്കൊരു ഓർമ്മ ഈ സ്ഥലത്തിലെ വയറ് പിന്നെ തടി കഷ്ണമെല്ലാം അവിടെ ഒരുപാട് കിട്ടി കീഴെ. ഇപ്പോൾ ക്ലീൻ ഉണ്ട്. അത് മേലെ കാണിച്ചത് വണ്ടിന്റെ മുതലാളി ചൊല്ലി അതിപ്പോ നമ്മളെ വണ്ടിയുടെ അത് ബെൻസ് വണ്ടിന്റെ ജാക്ക് അവിടെ തന്നെ തേടാന്ന് ചൊല്ലി. പിന്നെ ഇന്ന് അവിടെ തന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പെ, താങ്കളെ വളരെ പ്രതീക്ഷയോടെയാണ് അഞ്ജുവും കുടുംബവും കാണുന്നത്, അതായത് അർജുൻ്റെ കുടുംബം. അപ്പോൾ അവരോട് ഇപ്പോൾ താങ്കൾക്ക് അറിയുന്ന പോലെ അവർ തത്സമയം ലൈവായിട്ട് നിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ അവരോട് എന്താ ഈശ്വർ മാൽപ്പെ പേഴ്സണലി പറയുന്നത്?
എന്നെ പറഞ്ഞാൽ ನಾವು കൺഫേം ആയിട്ട് ഞങ്ങളിപ്പോ നിന്നില്ല ജാക്കിയിട്ട് സ്ഥലത്തിൽ ഞങ്ങൾ ലാസ്റ്റ് ഒന്ന് കേന്ദ്ര ബിന്ദു ആക്കും എന്ന് പറഞ്ഞാൽ അർജുന അവിടെ വണ്ടി ഉണ്ടെങ്കിൽ അർജുൻ കൺഫേമായി മണ്ണിലുള്ള ഉണ്ടെങ്കിൽ അർജുനെ എടുക്കണം. അർജുനെ എടുത്തിട്ട് അവർ വീട്ടിലേക്ക് ഞങ്ങൾ കൊടുക്കണം. അതിൽ പിന്നെ 2 പേര് സ്ഥലീയരുണ്ട്, ലോകേഷ് പിന്നെ ജഗന്നാഥ്. അവരിനൊന്നും നോക്കണം. ഒട്ടിക്ക് ടോട്ടൽ 3 പേരിനെ ഒരുമിച്ച് ഞാൻ കണ്ടിപ്പായിട്ട് നോക്കുന്നൊരു നമ്മളൊരു രക്ഷപ്പെട്ട് കീഴെ ഒരു വേലയാക്കും. ഓക്കെ, അഞ്ജു, ഈശ്വർ മാൽപ്പയുടെ എന്തെങ്കിലും പറയാനുണ്ടോ? നേരിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. ഹലോ. ഞങ്ങളെ മനസ്സും ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാം സാറിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ. കണ്ടിപ്പാ ഒരുപാട് നന്ദിയുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. ಅಮ್ಮ ನೀವು ಅವ್ರ ಅಮ್ಮ ಅವಸ್ಥೆ ಫೋನ್ ಹಾಕಿ ನಾ ಖಂಡಿತವಾയിട്ട് കേരളക്കാർക്ക് ഒരു എല്ലാവരും പ്രാർത്ഥന ചെയ്തിട്ട് ആ അർജുൻ ഒരു അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കേരളക്ക് കൊണ്ടുവരും കണ്ടിപ്പായിട്ട്. അത്ര ഞാൻ എനിക്ക് നോക്കി എന്നെ എൻ്റെ വീട്ടിൽ 2 കുട്ടി അതിനെല്ലാം വിട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ കേരളക്കാർക്ക് ഒരു അയാൾ കൊണ്ടുവരുന്നു. പിന്നെ ഇവിടെയുള്ള 2 പേരിനെ എടുക്കണം. അതിനായിട്ട് പിന്നെ ഇവിടെ അങ്കൊല്ല വന്ന് 5ാമത്തെ പ്രാവശ്യം ഞാൻ വന്ന് അതിന് കണ്ടിപ്പായിട്ട് ഞാൻ അവിടെ തിരച്ച് തേടി കണ്ടിപ്പായി നമുക്ക് എടുത്തു തരാം. ரொம்ப നന്ദി ഈശ്വർ മാൽപ്പേ. അഞ്ജു, ഏതാണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്തെങ്കിലും ഒരു ആശ്വാസകരമായ വാർത്ത വരുമെന്ന്. താങ്ക് യു അഞ്ജു. ഈശ്വർ മാൽപ്പേ പറയുകയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ മലയാളക്കരയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു ആശ്വാസകരമായ വാർത്തയുമായിട്ട് ഉയർന്നു വരും ഈ ഗംഗാവലി പുഴയിൽ നിന്നെന്ന് അദ്ദേഹം വാക്ക് തരികയാണ്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വർ മാൽപ്പയോട് അങ്ങേയറ്റത്തെ നന്ദിയുള്ളവരാണ് അർജുൻ്റെ കുടുംബം എന്ന് സഹോദരി അഞ്ജുവും പറയുന്നു.